ഹായ് ഓൾ ഫെറ്റ്ലയുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ നമ്മുടെ എത്തിക്കൽ ഹാക്കിങ്ങിൻ്റെ ആദ്യത്തെ ഫേസായ അല്ലെങ്കിൽ പെനിട്രേഷൻ ടെസ്റ്റിങ്ങിൻ്റെ ഫസ്റ്റ് ഫേസായ ഇൻഫർമേഷൻ ഗ്യാതറിങ് നമ്മൾ പഠിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇൻഫർമേഷൻ ഗ്യാതറിങ്ങിൻ്റെ വീഡിയോസ് കാണാത്തവർ നമ്മൾ ഇതിന് മുമ്പ് ഒരു 7 വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഇൻഫർമേഷൻ ഗ്യാതറിങ്ങിനെ പറ്റിയാണ്. അപ്പോൾ അത് കണ്ടതിന് ശേഷം മാത്രം ഈ ഒരു മൊഡ്യൂളിലേക്ക് കിടക്കുക. നമ്മളിനി അടുത്തതായി പഠിക്കാൻ പോകുന്ന മൊഡ്യൂൾ 5 ആണ്. അതാണ് സ്കാനിങ്. ഇൻഫർമേഷൻ ഗ്യാതറിങ്ങിന് ശേഷം വരുന്ന അടുത്ത ഫേസ് ആണ്. അതായത് എത്തിക്കൽ ഹാക്കിങ്ങിൻ്റെ രണ്ടാമത്തെ സ്റ്റേജായ സ്കാനിങ് ആണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, സ്കാനിങ് എന്നത് നമ്മുടെ എത്തിക്കൽ ഹാക്കിങ്ങിൻ്റെ രണ്ടാമത്തെ സ്റ്റേജ് ആയിരുന്നു. അതായത് സെക്കൻഡ് ഫേസ് ഓഫ് പെനിട്രേഷൻ ടെസ്റ്റിംഗ് ആണ് സ്കാനിങ്. അപ്പോൾ സ്കാനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഫർമേഷൻ ഗ്യാതറിങ്ങിന് തന്നെ മറ്റ് ഡീപ്പർ ലെവലാണ്. ഇപ്പോൾ നമ്മൾ ഇൻഫർമേഷൻ ഗ്യാതറിങ് കണ്ടത് എന്താണ്? നമ്മൾ ഒരു ഡൊമൈൻ നെയിം കൊടുത്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ഇമെയിൽ ഐ ഡി കാര്യങ്ങൾ, യൂസർ നെയിം കാര്യങ്ങൾ അങ്ങനെയൊക്കെ എന്യൂമറേറ്റ് ചെയ്യായിരുന്നു ഇൻഫർമേഷൻ ഗ്യാതറിങ്ങിൽ. അപ്പോൾ അത് നമ്മൾ ടെക്നിക്കൽ പരമായിട്ട് അതിൽ കൂടുതലൊന്നും ചെയ്തില്ല. ജസ്റ്റ് നമ്മൾ ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ്, നമുക്ക് ഫിസിക്കലായിട്ട് കിട്ടുന്ന ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്തു. പക്ഷേ സ്കാനിങ് അങ്ങനല്ല. നമ്മൾ ടെക്നിക്കൽ സൈഡ് കൂടുതൽ ഡീപ്പായിട്ട് അന്വേഷിക്കും. നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ടെക്നോളജിയാണ് സ്കാനിങ്ങിലേക്ക് വരുമ്പോൾ. അപ്പോൾ നമ്മൾ ഈ സ്കാനിങ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും എന്തായിരിക്കും ഇവിടെ സ്കാൻ ചെയ്യാൻ പോകുന്നതെന്ന്. നമ്മൾ ഇൻഫർമേഷൻ ഗ്യാതറിങ്ങിൽ എടുത്തത് ഏതെങ്കിലും ഒരു ഡൊമൈൻ ആയിരുന്നു. അപ്പോൾ സ്കാനിങ്ങിലേക്ക് വരുമ്പോൾ സെയിം അവസ്ഥയാണ്. നമുക്ക് അവരുടെ പെർമിഷൻ ഇല്ലാതെ ഏതൊരു ഡൊമൈൻ എടുത്ത് സ്കാൻ ചെയ്യാൻ പറ്റില്ല. കാരണം ഇൻഫർമേഷൻ ഗ്യാതറിങ് പോലെയല്ല, സ്കാനിങ് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആണ്. അവരുടെ വെബ്സൈറ്റിൻ്റെ ടെക്നോളജിയും അവർ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയറും അതിൻ്റെയൊക്കെ വേർഷൻസും മനസ്സിലാക്കുന്ന ഒരു ഫേസാണ് ഈ സ്കാനിങ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ആവശ്യത്തിന് വേണ്ടി നമ്മളൊരു വൾണറബിൾ വിർച്വൽ മെഷീനാണ് ഇവിടെ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ കാളി ലിനക്സ് നമ്മുടെ വിർച്വൽ ബോക്സിൽ ഇൻസ്റ്റാൾ ചെയ്ത അതേ സ്റ്റെപ്പ് നമ്മൾ ഫോളോ ചെയ്യുന്നതായിരിക്കും. കാളി ലിനക്സ് അല്ല പക്ഷേ ഇൻസ്റ്റാൾ ചെയ്യുന്നത് ഒരു വൾണറബിൾ വിർച്വൽ മെഷീൻ. വൾണറബിൾ വിർച്വൽ മെഷീൻ വെച്ച് കഴിഞ്ഞാൽ ആ മെഷീൻ വൾണറബിൾ ആയിരിക്കും. അതിൽ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർസും ടെക്നോളജീസും എല്ലാം കുറച്ച് ഔട്ട്ഡേറ്റഡ് വേർഷൻസ് ആയിരിക്കും. അപ്പോൾ ആ മെഷീൻ എങ്ങനെ ഹാക്ക് ചെയ്യാം എന്നായിരിക്കും ഇനി തുടർന്നുള്ള വീഡിയോസിലെല്ലാം പഠിക്കാൻ പോകുന്നത്. ഈ വൾണറബിൾ വിർച്വൽ മെഷീൻ എന്ന് പറയുമ്പം അവിടെ പെയ്ഡ് ആയിട്ടുള്ള വിർച്വൽ മെഷീൻസ് ഉണ്ട്, അല്ലാത്തതുണ്ട്, ഫ്രീ ആയിട്ടുള്ളതുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഫ്രീ ആയിട്ടുള്ള ഒരു വിർച്വൽ മെഷീൻ ആയിരിക്കും എടുക്കാൻ പോകുന്നത്. അതിനാകുമ്പോൾ അത്രയും വലിയ റാമും കാര്യങ്ങളൊന്നും വേണ്ട. നമുക്ക് ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്ത് പഠിക്കാൻ വേണ്ടി മാത്രമായിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കാളി ലിനക്സ് മെഷീൻ ഇവരുണ്ടല്ലോ, ഈ കാളി ലിനക്സ് മെഷീനിൽ നിന്നും നമ്മുടെ ഈ വൾണറബിൾ മെഷീൻ ഒരേ നെറ്റ്വർക്കിലായിരിക്കുമല്ലോ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് റിക്വസ്റ്റ് വിട്ടിട്ട് കിട്ടുന്ന റെസ്പോൺസിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആ മെഷീൻ എന്തൊക്കെ ടെക്നോളജീസും എന്തൊക്കെ സോഫ്റ്റ്വെയർസാണ് യൂസ് ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് അതിൻ്റെ വേർഷൻസ് കാര്യങ്ങൾ മനസ്സിലാക്കി നമുക്ക് ആ സോഫ്റ്റ്വെയർ എങ്ങനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാം എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എക്സ്പ്ലോയിറ്റേഷൻ വരുന്നത് ഈ ഫേസിലല്ല. എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറയുന്നത് അടുത്ത ഫേസിലാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് രണ്ടാമത്തെ ഫേസിലാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്ന കാര്യം തന്നെയാണ് എക്സാക്റ്റ് ഒരു പെനിട്രേഷൻ ടെസ്റ്റിങ്ങിൽ നിങ്ങൾ നാളെ ഒരു ജോബ് കിട്ടിപ്പോവുകയാണെങ്കിലും ചെയ്യാൻ പോകുന്ന മെത്തേഡാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. ഇവിടെ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഹാക്ക് ചെയ്യാൻ പോകുന്ന മെഷീൻ അതിന് ഓൾറെഡി വൾണറബിൾ ആണെന്ന് നമുക്കറിയാം. പക്ഷേ ഒരു റിയൽ ടൈം സിനാരിയോ വരുമ്പോൾ നമുക്ക് അറിയില്ല അത് വൾണറബിൾ ആണോ അല്ലയോ എന്ന്. ആ ഒരു ഡിഫറൻസ് മാത്രമേ അവിടെ വരുന്നുള്ളൂ. ഞാൻ പറഞ്ഞിരുന്നു, നമ്മുടെ ലിനക്സ് മെഷീനിൽ നിന്നും ഒരു റിക്വസ്റ്റ് അയച്ചിട്ടാണ് നമ്മൾ ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ അയക്കുന്നത് മെയിൻലി TCP ആൻഡ് UDP പ്രോട്ടോകോൾസ് അയച്ചിട്ടാണ് നമ്മൾ ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിക്കുക, എന്താണ് ഈ TCP UDP എന്നുള്ളത്? TCP എന്നാൽ ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ, UDP എന്നാൽ യൂസർ ഡാറ്റാഗ്രാം പ്രോട്ടോകോൾ. ഇതിനെ രണ്ടിനെ കുറിച്ചും ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും നമ്മൾ അടുത്തായി ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ TCP ആൻഡ് UDPയിൽ ഡാറ്റാ പാക്കേജ് വെച്ച് നമ്മുടെ വിക്ടിമിലേക്ക് അയച്ചിട്ടാവും അതായത് നമ്മുടെ വൾണറബിൾ വിർച്വൽ മെഷീനിലേക്ക് അയച്ചിട്ടാവും നമ്മൾ ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്തിനാണ് ഇതെല്ലാം ചെയ്യുന്നത്? നമ്മുടെ മെയിൻ ഗോൾ എന്താണ്? അത് നമ്മളിതുവരെ പറഞ്ഞില്ല. അപ്പോൾ നമ്മൾ എന്തിനാണ് ഈ സ്കാൻ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ മെയിനായിട്ട് സ്കാൻ ചെയ്യുന്നത് ഓപ്പൺ പോർട്ട്സിന് വേണ്ടിയാണ് നമ്മൾ ഈ സ്കാൻ ചെയ്യുന്നത്. ഏതൊക്കെ പോർട്ട് ഓപ്പൺ ആയിട്ടുണ്ടോ അതിനു വേണ്ടിയാണ് നമ്മൾ സ്കാൻ ചെയ്യുന്നത്. അപ്പോൾ ഈ പോർട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. നമ്മളിപ്പോൾ നമ്മുടെ
ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് നമ്മുടെ യൂട്യൂബ് ചാനലാണ്. നിങ്ങൾ ഈ യൂട്യൂബ് ആക്സസ് ചെയ്യണമെങ്കിൽ അത് ഹോസ്റ്റ് ചെയ്തിരിക്കുന്നത് പോർട്ട് 80 എന്ന ഇതിലാണ് അത് ഹോസ്റ്റ് ചെയ്തിരിക്കുന്നത്. പോർട്ട് 80 എന്നാൽ HTTPയുടെ പ്രോട്ടോക്കോളാണ്. അതിൻ്റെ കീഴിൽ വരുന്ന പോർട്ട് നമ്പറാണ് 80 എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വെബ്സൈറ്റ് ഹോസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്ന പോർട്ടാണ് പോർട്ട് നമ്പർ 80. അതായത് HTTPയുടെ പോർട്ടാണ് പോർട്ട് 80. അതേപോലെ HTTPSൻ്റെ പോർട്ട് നമ്പറാണ് 443 എന്ന് പറയുന്നത്. അപ്പോൾ ഈ HTTPയുടെ കീഴിലാണ് നിങ്ങളിപ്പോൾ ഏതൊരു വെബ്സൈറ്റ് വിസിറ്റ് ചെയ്താലും അത് ഹോസ്റ്റ് ചെയ്തിരിക്കുന്നത് പോർട്ട് 80യുടെ കീഴിലാണ്. ഇത് നമ്മൾ എക്സ്റ്റേണലി സ്കാൻ ചെയ്യുമ്പോൾ നമുക്ക് മിക്കവാറും ഈ പോർട്ട് 80 ആൻഡ് പോർട്ട് 443 നമുക്ക് ഓപ്പൺ ആയി കിട്ടും. ഇപ്പോൾ നമ്മൾ ഇന്റേണലി സ്കാൻ ചെയ്യുകയാണെങ്കിൽ, അതായത് നമ്മുടെ തന്നെ ഒരേ നെറ്റ്വർക്കിലുള്ള ഡിവൈസ് സ്കാൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് മോസ്റ്റ് പ്രോബബ്ലി പോർട്ട് 21 ആയിരിക്കും ഓപ്പൺ ആയി കിട്ടുക. അതായത് ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ ഒക്കെ ആയിരിക്കും നമുക്ക് ഓപ്പൺ ആയി കിട്ടുക. അപ്പോൾ നമ്മൾ എക്സ്റ്റേണലി സ്കാൻ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് പോർട്ട് 80 ആൻഡ് പോർട്ട് 443 ആയിരിക്കും നമുക്ക് ഓപ്പൺ ആയി കിട്ടുക. അതേപോലെ ഇന്റേണലി സ്കാൻ ചെയ്യുമ്പോൾ നമുക്ക് പോർട്ട് 21 അതായത് FTP, അതേപോലെ പോർട്ട് 22 അതായത് SSH, പോർട്ട് 53 DNS, പോർട്ട് 25 SMTP, ഇതെല്ലാം തന്നെ നമുക്ക് ഓപ്പൺ ആയി കിട്ടാൻ സാധ്യതകളുണ്ട്. അപ്പോൾ ഈ ഓപ്പൺ പോർട്സ് കിട്ടിക്കഴിഞ്ഞാൽ എന്താണ് യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഓപ്പൺ പോർട്സിൽ റൺ ആവുന്ന സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ വെബ്സൈറ്റ് അത് യൂസ് ചെയ്യുന്ന ടെക്നോളജി അല്ലെങ്കിൽ ഇത് ഔട്ട്ഡേറ്റഡ് വേർഷൻസ് ആണെങ്കിൽ നമുക്ക് ആ ഔട്ട്ഡേറ്റഡ് വേർഷൻ അനുസരിച്ച് ഉള്ള എക്സ്പ്ലോയിറ്റ് അന്വേഷിച്ച് നമുക്ക് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ സാധിക്കും. അതാണ്. അപ്പോൾ നിങ്ങൾ ആലോചിക്കും ഏതായിരിക്കും ഒരു ഡിവൈസ് ഫുള്ളി സെക്യൂർ ആയിട്ടുള്ള ഡിവൈസ് എന്ന് പറയാൻ സാധിക്കുന്ന ഡിവൈസ് ഏതായിരിക്കും എന്ന്. അങ്ങനെ നോക്കുകയാണെങ്കിൽ എല്ലാ ഡിവൈസും എല്ലാ പോർട്സും ക്ലോസ് ആയ ഒരു ഡിവൈസ് ആയിരിക്കും ഫുള്ളി സെക്യൂർ ഡിവൈസ് എന്ന് പറയാൻ സാധിക്കുന്നത്. ഓക്കെ, നമുക്കറിയാം നമ്മുടെ ഒരു ഡിവൈസിനുള്ള ടോട്ടൽ നമ്പർ ഓഫ് പോർട്സ് എന്ന് പറയുന്നത് 65,535 പോർട്സ് ആണ്. ഇതിലാണ് ഒരു ചില പോർട്സ് എല്ലാം ഓപ്പണിലിരിക്കും. അതിലെന്തെങ്കിലും വൾണറബിൾ ആയിട്ടുള്ള സോഫ്റ്റ്വെയർ റൺ ആവുകയാണെങ്കിൽ അറ്റാക്കേഴ്സ് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ പറഞ്ഞു ഫുള്ളി സെക്യൂർ ആയിട്ടുള്ള ഡിവൈസ് വരുന്നത് മോസ്റ്റ്ലി നമ്മുടെ നെറ്റ്വർക്കിലുള്ള നമ്മുടെ ലാപ്ടോപ്സും ഫോണും കാര്യങ്ങളൊക്കെ ആവും. കാരണം നമ്മുടെ ലാപ്ടോപ്പ് ഇപ്പോൾ നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത് എന്തെങ്കിലും ബ്രൗസ് ചെയ്യാനോ ഗെയിം കളിക്കാൻ വേണ്ടിയാണ്. അവിടെ നമ്മൾ ഒന്നും തന്നെ ഹോസ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ അവിടെ ഒരു പോർട്ടും ഓപ്പൺ ആയിരിക്കേണ്ട ആവശ്യം വരുന്നില്ല. അതുകൊണ്ട് തന്നെ അവിടെ നമുക്ക് വലിയ ത്രെട്ട് ഒന്നും ഇല്ല. പക്ഷേ ഒരു വെബ്സൈറ്റിൻ്റെ കേസ് എടുക്കുമ്പോൾ അതല്ല. വെബ്സൈറ്റ് ഹോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിനൊരു പോർട്ട് 80 ഓപ്പൺ ആയിരുന്നേ മതിയാവും. എന്നാലേ അവിടെ ഒരു വെബ്സൈറ്റ് ഹോസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ നമുക്കൊരു കമ്പനി എടുക്കാം. കമ്പനി എടുക്കുകയാണെങ്കിൽ അവർക്ക് ഒരു പോർട്ട് ഓപ്പൺ ആയിരുന്നേ സാധിക്കും. ഇപ്പോൾ അവരുടെ നെറ്റ്വർക്കിൽ തമ്മിൽ ഫയൽ എന്തെങ്കിലും ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ അവർക്ക് ഒരു പോർട്ട്, അതായത് ഇപ്പോൾ ഒരു ഓപ്പൺ പോർട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം 5555. ആ ഒരു പോർട്ട് ഓപ്പൺ ആയിരുന്നാൽ മാത്രമേ അവിടെ ഫയൽ ട്രാൻസ്ഫർ പോസിബിൾ ആവുള്ളൂ. ഇപ്പോൾ ആ ഓപ്പൺ പോർട്ടിൽ എന്തെങ്കിലും ഔട്ട്ഡേറ്റഡ് സോഫ്റ്റ്വെയർ റൺ ആവുകയാണെങ്കിൽ, ഒരു വൾണറബിൾ ആയിട്ടുള്ള സോഫ്റ്റ്വെയർ റൺ ആവുകയാണെങ്കിൽ നമ്മളെ അറ്റാക്കർ അവിടുന്ന് വന്നിട്ട് ആ ഓപ്പൺ പോർട്ട് സ്കാൻ ചെയ്ത് അവിടെ എന്ത് സോഫ്റ്റ്വെയർ ആണോ റൺ ആകുന്നത് അതിനെ സ്കാൻ ചെയ്തിട്ട് ആ സോഫ്റ്റ്വെയർ എന്താണെന്ന് മനസ്സിലാക്കും. എന്നിട്ട് അത് ഏത് വേർഷൻ ആണെന്ന് മനസ്സിലാക്കും. എന്നിട്ട് ആ വേർഷനെ കുറിച്ചുള്ള എന്തെങ്കിലും എക്സ്പ്ലോയിറ്റ് അവൈലബിൾ ആണോ എന്ന് അന്വേഷിച്ചിട്ട് അത് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ ശ്രമിക്കും. ഇങ്ങനെയാണ് നമ്മൾ അപ്പോൾ ബേസിക്കലി ഈ സ്കാനിങ്ങിൽ ചെയ്യാൻ പോകുന്നത്. എക്സ്പ്ലോയിറ്റുകൾ ചെയ്തില്ല, നമ്മൾ ബേസിക് സ്കാനിങ് മാത്രമാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളെ സ്കാനിങ്ങിന് സഹായിക്കുന്ന ഒരു മെയിൻ ടൂളുണ്ട്. പവർഫുൾ ടൂളാണ്. എല്ലാ ഹാക്കേഴ്സും അത്യാവശ്യം അറിഞ്ഞിരിക്കുന്ന ടൂളാണ്. ആ ടൂളിൻ്റെ പേരാണ് Nmap. നമ്മൾ ഈ സെക്ഷനിൽ ഈ മൊഡ്യൂൾ 5 നമ്മൾ അതിനെക്കുറിച്ച് കവർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എനിക്കറിയാം ഇന്നത്തെ വീഡിയോ ലേശം കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. എന്നാലും നമ്മൾ ഇനിയും പ്രാക്ടിക്കലായിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്കത് കുറച്ചുകൂടെ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നമുക്കിനിയും അടുത്ത വീഡിയോയിൽ കാണാം. എന്തെങ്കിലും സംശയം കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ചോദിക്കാം, അല്ലെങ്കിൽ കമൻ്റ് ഇട്ട് ചോദിക്കാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു. ബൈ.